ഹായ് ഡിയർ. 2026 ഇനിയുള്ള സമയം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അവരൊരു അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയുണ്ട്. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് നിങ്ങൾക്കവിടെ നഷ്ടങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബ്രേക്കപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു നഷ്ടമായിരിക്കാം. നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു നഷ്ടമായിരിക്കാം. അതല്ലെങ്കിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുവർക്കുമോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. അത്തരത്തിൽ വളരെ ഒരു മോശം ഒരു സ്റ്റേജിലേക്കായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി വരുന്ന 2026 കടന്നു പോകാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിൽ വളരെ നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുടുംബത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണർക്കൊപ്പം, നിങ്ങളുടെ ആ ഒരു മക്കൾക്കൊപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ നല്ലൊരു ഹെൽത്തും ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളത് ആ ഒരു പ്രശ്നങ്ങളൊക്കെയും അതിജീവിച്ച് നിങ്ങൾ ആ ഒരു ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളോടൊപ്പം, നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം നല്ല രീതിയിൽ ആ ഒരു ടൈം, ഇനി അങ്ങോട്ടുള്ള ടൈം എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഫിനാൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ചില സമയത്ത് കാശ് ഒരുപാടുണ്ടാവും. അതായത് ഒരുപാട് മീൻസ് നിങ്ങൾ വിചാരിച്ചേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാശ് കയ്യിലുണ്ടാകും. അതേസമയം ചില സമയങ്ങളിൽ ഒട്ടും കാശ് കയ്യിലില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയും വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും നിങ്ങൾ ഒരു സ്റ്റഡി ഇൻകത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം, ഒരു നിശ്ചിത തുക കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങളുടെ ഒരു എഫേർട്ട് ആവശ്യമാണ്. അതിനുള്ളൊരു ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ആ ഒരു കരിയറിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു കരിയറിന് വേണ്ടിയിട്ട്, ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ശ്രമമാണ് ആവശ്യം. നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരും. അവിടെ നിങ്ങളുടെ എഫേർട്ട് മാത്രമാണ് ആവശ്യം. ആ കൃത്യമായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ അവിടെ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ കരിയറിൽ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എഫേർട്ട് തീർച്ചയായിട്ടും കൊടുക്കുക. ഓക്കെ ഡിയർ. അതുപോലെ ഓവറോൾ ആയിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സേവ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത്. നിങ്ങൾക്കൊരു സ്റ്റഡി ഇൻകം ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സേവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു അവിടെ ആ ഒരു ഡിവൈൻ ടൈമിങ് നിങ്ങൾ ഉപയോഗപ്രദമാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ. നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ സ്കില്ലൊക്കെ നിങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അതിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു ജോബ്, കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജോബായിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ അവിടെ ഒരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ അവിടെയും സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ ഡിയർ. അപ്പോൾ കുറച്ച് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും മറികടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളെ അവിടെ ഹീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളതൊക്കെയും
ഫിനാൻസുമായി ബന്ധപ്പെട്ട്, കരിയറുമായി ബന്ധപ്പെട്ട് വളരെ നല്ല കാർഡ്സാണ്. നിങ്ങളുടെ എഫേർട്ടാണ് അവിടെ ആവശ്യം. നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ ഡിയർ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഡിവൈൻ്റെ ഗൈഡൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഡിയർ.